ഇവിടെ ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ RSS ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതിൽ പലരും കയറിക്കൂടി അവരുടെ താല്പര്യത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ വ്യക്തമായി ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ കേസും നാളുവഴികളും ഇതിൻ്റെ ഈ വഖഫ് ചെയ്ത സംവിധാനങ്ങളും അതിൻ്റെ രേഖകളുമൊക്കെ വളരെ വ്യക്തമായ നിലയ്ക്ക് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അതുവഴി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ സഹോദരന്മാർ. ഈ കാര്യത്തിൽ സതീശൻ നടത്തുന്ന പരിപാടി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലക്കാണ്. ഒന്ന്, ഇവിടെ നടത്തുന്ന ഭൂമാഫിയകളും ഇതിനോട് ബന്ധപ്പെട്ട ആളുകളെയും സഹായിക്കലും ഈ ഭൂമി കച്ചവടത്തിലും ഈ വഖഫ് ഭൂമി കയ്യേറിയതിലുമൊക്കെ സതീശൻ്റെ ബന്ധപ്പെട്ട ആളുകളും കോൺഗ്രസ്സുകാരായ കച്ചവടക്കാർക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും പങ്കുണ്ടെന്നിരിക്കെ അതിനെ മറപിടിച്ച് വേറൊരു ദിശയിലേക്ക് ഇത് കൊണ്ടുപോകാൻ സതീശൻ ശ്രമിക്കുമ്പോൾ അതിലപ്പുറമായി ഇവിടെ അതിനവസരം RSSന് കടന്നു വരാനുള്ള സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിനകത്തേക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർത്ത് അവരുടെ ഹിന്ദുരാഷ്ട്ര സംവിധാനത്തിനനുസരിച്ച ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള രാഷ്ട്രീയത്തിന് അടിത്തറ പാകി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുമ്പോൾ അതിന് വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് സതീശൻ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. എന്ത് വിഷയം വരുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഈ മതവിഷയത്തിൻ്റെ കയറി സതീശൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പലപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശബരിമല വിഷയം വന്നു. ശബരിമല വിഷയം വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് കയറണോ വേണ്ടയോ എന്ന് ഇവിടെ രാഷ്ട്രീയക്കാരല്ല തീരുമാനിക്കേണ്ടത്. ആ ശബരിമല അവിടെ സ്ഥാപിതമാവുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയ തന്ത്രി കുടുംബങ്ങളുണ്ട്. ആ തന്ത്രി കുടുംബങ്ങളാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാന സംവിധാനങ്ങളെ തീരുമാനിക്കപ്പെടേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. അതേപോലെ തന്നെയാണ് ഈ വിഷയവും. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് വഖഫ് ചെയ്ത ഭൂമി ആണോ അല്ലയോ എന്തോ എന്നൊക്കെ തീരുമാനിക്കാൻ സതീശൻ മുതിരുന്നതിൻ്റെ പുറകിൽ ഈ കാര്യമുണ്ട്. എന്നിട്ടും ഇപ്പോഴും പലരും ചോദിച്ചു, കേരളത്തിലെ പണ്ഡിത സംഘടനകൾ, ഇസ്ലാമിക പണ്ഡിത സംഘടനകളിലെ പ്രമുഖരായ പണ്ഡിതന്മാർ ഇപ്പോൾ ആ സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞു ഈ വിഷയത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞു. കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പരിരക്ഷയ്ക്ക് നിലവിൽ വന്ന മുസ്ലിം ലീഗ് പാർട്ടി, ആ മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്നതിനെതിരെ അവരെന്താ മൗനം പാലിക്കുന്നത്? അവിടെ ഈ കച്ചവടത്തിൽ അവർക്കും പങ്കുണ്ട്, ഈ അട്ടിമറിയിൽ അവർക്കും പങ്കുണ്ട്. ഞാൻ വ്യക്തമായി രണ്ട് പേരുടെ പേരുകൾ ഇതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. വഖഫ് ബോർഡിൽ എക്കാലത്തും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള മാഹിനാജി, നിങ്ങൾക്കൊക്കെ അറിയും. മാഹിനാജിക്ക് വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയും ഇപ്പോൾ വഖഫ് ബോർഡ് മെമ്പറായിരിക്കുകയും ചെയ്യുന്നയാളാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നിങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ടാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആദ്യമേ പറഞ്ഞത്. സതീശൻ പറയുന്നതിന് മുമ്പ് ഒരു പടി കടന്ന്, അദ്ദേഹത്തിൻ്റെ പേരൊരു മുസ്ലിം പേരാണെന്നാണല്ലോ അറിയപ്പെടുന്നത്, മുഹമ്മദ് ഷാ എന്നാണ്. അദ്ദേഹം പറഞ്ഞതും വഖഫ് ഭൂമി അല്ലെന്നാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ അത് കൃത്യമായ നിലയിൽ അന്വേഷണം നടത്തി വഞ്ചിക്കപ്പെട്ടവരെ രക്ഷിക്കുകയും അവർ വഴിയാതാവാതിരിക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള കക്ഷികളെ, ഈ ശക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ വ്യക്തമായ നിലയിൽ ഗവൺമെൻറ് ഇടപെടുകയും വേണം എന്നതാണ് PDPയുടെ അഭിപ്രായം. അല്ല, അവിടുത്തെ വഖഫ് ഭൂമി അവിടെ ഒഴിപ്പിക്കുക എന്ന് പറയുന്ന രണ്ട് വശങ്ങളുണ്ട്. അവരെ ഒഴിപ്പിച്ച് വഴിയാതരാക്കുക എന്നുള്ളതല്ല. ആ ഭൂമി അവർക്ക് കിട്ടാൻ ഒരു ഇടപെടൽ നടത്തിയവരുണ്ടല്ലോ, കൊടുത്തവരുണ്ടല്ലോ, ആ കൊടുത്തവരെയാണ് പിടികൂടേണ്ടത്. ആ ഭൂമി കൊടുത്തവരെ പിടികൂടി അവർക്ക് കൊടുക്കാൻ അധികാരം കൊടുത്തത് ആരാണ്? അവരെ പുനരധിവസിപ്പിക്കുകയും വേണം. അവരെ വഴിയാധാരാക്കി ഇറക്കി വിടുക എന്നുള്ളതല്ല. അവരെ നിലനിർത്തണമല്ലോ, അവർക്ക് ജീവിക്കണമല്ലോ. സാധുക്കളായ ആളുകൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. അല്ല, അവരെ പുനരധിവസിപ്പിക്കണം. ഇതിനകത്ത് ഒരു പ്രധാന
അല്ല, ആ സ്ഥലത്തുനിന്ന് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ സ്ഥലത്തുനിന്ന് മറ്റേ അതെന്താണോ ആ ഭൂമി അവർക്ക് കിട്ടാൻ ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടല്ലോ. അതാരാ കൊടുത്തത്? ആ കൊടുത്തത് ആരാന്ന് ആദ്യം കണ്ടെത്തണം. ആ കൊടുത്തത് ആരാണെന്ന് കണ്ടെത്തി ആ വഞ്ചിക്കപ്പെട്ടവരിൽ നിന്ന്, അവരെ ഉപയോഗിച്ചവരാരെന്ന് അവരിൽ നിന്ന് ഈടാക്കി ഇവരെ പുനരധിവസിപ്പിക്കണം. അതാണല്ലോ ചെയ്യേണ്ടത്. വഞ്ചിക്കപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യപ്പെടേണ്ടത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനമല്ല. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കച്ചവട കണ്ണോടുകൂടി ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുടെ നടപടിക്രമമാണത്. പാർട്ടി തീരുമാനം ഒന്നും നിലക്കല്ല. മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിക്കുന്ന കച്ചവട കണ്ണോടുകൂടി ആ ഓർഗനൈസേഷനെ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ആളുകളാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകരായി പ്രവർത്തിച്ച മഹാനായ വാഫക്കിത്തങ്ങളെ പോലുള്ള മഹാന്മാരായ ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ കച്ചവടവൽക്കരിക്കപ്പെട്ടു. ആ കച്ചവടവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇന്ന് മുസ്ലിം ലീഗ് ഈ മുസ്ലിം സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കാതെ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് സംഘപരിവാറിനോടൊപ്പം മുസ്ലിം ലീഗാണ് നിൽക്കുന്നതെന്ന് പറയാൻ കാരണം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ലീഗുകാർ മിണ്ടിയില്ലല്ലോ. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്ന് പിറ്റേ ദിവസം പാണക്കാട്ട് പോയി. ഞാൻ ചോദിച്ചു, BJP വിട്ടു ശരിയാണ്, സന്ദീപ് വാര്യർ വിചാരധാരയെ തള്ളിപ്പറയുമെന്നാണ് ഞാൻ ചോദിച്ചത്. മാധവ സദാശിവ ഗോൾവർക്കർ എഴുതിയ RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലക എഴുതിയിട്ടുള്ള RSSൻ്റെ പ്രമാണിക ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയെ സന്ദീപ് വാര്യർ തള്ളിപ്പറയോ? പറഞ്ഞിട്ടുണ്ടോ? മറുപടി പറയാനുണ്ടോ? ഇല്ല. കോൺഗ്രസിനകത്ത് കടന്നുകൂടിയ സന്ദീപ് വാര്യർ ഒരു RSS പ്രതിനിധിയാണ്. ഇതേപോലെ എല്ലാ സ്ഥലത്തും മാധവൻകുട്ടി എന്ന് പറയുന്ന പക്ക RSSകാരന് മുസ്ലിം ലീഗ് ഇലക്ഷൻ പറഞ്ഞെടുത്ത് പോയില്ലേ? രത്നസിംഗ് മത്സരിച്ചെടുത്ത് പോയില്ലേ? പോയി. RSSും ലീഗും ഒരുമിക്കുന്നതിന്, BJPയും ഒരുമിക്കുന്നതിന് ഇവരുടെ ഈ കച്ചവട സംഘം, ഞാനതാണ് പറഞ്ഞത്, ഇതിനെ സമുദായ താല്പര്യത്തിനായി നിലകൊണ്ട പ്രസ്ഥാനത്തെ കച്ചവടവൽക്കരിക്കപ്പെടുകയും അതിന് ഈ റിസോർട്ടുകാരുടെയും മദ്യക്കച്ചവടക്കാരുടെയും പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.